ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജയ്പൂരിൽ നടക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ദേശീയ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നു. കഴിഞ്ഞ 10 വർഷങ്ങളിൽ രാജ്യത്തെ ജനങ്ങളുടെ എല്ലാ അടിസ്ഥാന ആവശ്യങ്ങളും മോദി സർക്കാർ നിറവേറ്റിയതായി കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ. വികസിത് ഭാരത് സങ്കല്പ യാത്ര സാധാരണ പൌരർക്കായാണ് സംഘടിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. സമൂഹത്തിലെ എല്ലാവർക്കും കേന്ദ്ര പദ്ധതികളുടെ പ്രയോജനം ലഭ്യമാക്കുന്നതിലൂടെ രാജ്യം വികസിക്കുന്നുവെന്ന് മോദി സർക്കാർ ഉറപ്പാക്കുകയാണെന്ന് പാലക്കാട് സങ്കല്പ യാത്രയിൽ പങ്കെടുത്ത് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല മുന്നേറ്റം തുടരുന്നു. കോഴിക്കോടും പാലക്കാടും 2ാം സ്ഥാനത്ത്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ത്രിരാഷ്ട്ര അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ജയ്പൂരിൽ നടക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ദേശീയ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നു. 3 ദിവസമായി നടക്കുന്ന സമ്മേളനത്തിൽ നാളെയും പ്രധാനമന്ത്രി പങ്കെടുക്കും. സൈബർ കുറ്റകൃത്യങ്ങൾ, ഭീകരവിരുദ്ധ നടപടികൾ, ജയിൽ പരിഷ്കരണം തുടങ്ങി സുപ്രധാന വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇന്നലെ ആരംഭിച്ച സമ്മേളനത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്തിരുന്നു. അടുത്തിടെ പാർലമെന്റ് പാസാക്കിയ ക്രിമിനൽ നിയമങ്ങളുടെ നടപ്പാക്കൽ സംബന്ധിച്ച കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയാകും. കഴിഞ്ഞ 10 വർഷങ്ങളിൽ രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ എല്ലാ ആവശ്യങ്ങളും മോദി സർക്കാർ നിറവേറ്റിയതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മോദിയുടെ ഉറപ്പ് എന്നാൽ സദ്ഭരണവും ജനക്ഷേമം മുൻനിർത്തിയുള്ള പദ്ധതികളുമാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം കവടിയാറിൽ വികസിത് ഭാരത് സങ്കല്പ യാത്രയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോവിഡ് കാലത്തെ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ലോകരാജ്യങ്ങൾക്ക് തന്നെ മാതൃകയാണ്. രാജ്യത്ത് കോവിഡ് കാലത്ത് ഒരാൾ പോലും ഭക്ഷണം ലഭിക്കാതിരുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. മുദ്രാ യോജന, PM സ്വനിധി തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. We have, I think, in these 10 years, done a tremendous amount to change India, to change the lives of the people. But this is a work which has only begun. You are seeing the early results of what we have tried to do. It is a work that has to go on. It has to go on if we are to create Viksit Bharat. The rest of the world is actually today talking about us. They are asking today, what has changed in India? And I tell them that what has changed in India is a vision. സാധാരണ പൌരന്മാർക്ക് വേണ്ടിയുള്ള യാത്രയാണ് വികസിത് ഭാരത് സങ്കല്പ യാത്രയെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. വികസന വിഷയത്തിൽ രാഷ്ട്രീയം കാണരുതെന്നും ശ്രീ വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു. 1.5 കോടി മലയാളികൾ കേന്ദ്ര പദ്ധതിയായ ഗരീബ് കല്യാൺ യോജനയുടെ ഗുണഭോക്താക്കളാണെന്നും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി. ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടറായിരുന്ന പി പരമേശ്വരന്റെ അനുസ്മരണാർത്ഥം ഇന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിലും കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. വൈകിട്ട് 5-ന് കഴക്കൂട്ടം അൽസാജ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ ശ്രീ എസ് ജയശങ്കർ പി പരമേശ്വർജി അനുസ്മരണ പ്രഭാഷണം നടത്തും. നീതിയുക്തമായ ലോകക്രമം രൂപപ്പെടുത്തുന്നതിൽ ഭാരതത്തിന്റെ പങ്ക്, ഭാവിയിലേക്കുള്ള വീക്ഷണം എന്ന വിഷയത്തിലാണ് പ്രഭാഷണം. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും പരിപാടിയിൽ പങ്കെടുക്കും. അഴിമതി ഇല്ലാതാക്കുക എന്നതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് ഹജ്ജ് കമ്മിറ്റി ദേശീയ ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി. വികസിത ഭാരത് സങ്കല്പ യാത്ര കണ്ണൂർ കോർപ്പറേഷനിലെ പള്ളിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജൻ ഔഷധി കേന്ദ്രങ്ങൾ സാധാരണക്കാർക്ക് വലിയ സഹായമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ പദ്ധതികൾ താഴെ തട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മോദി സർക്കാരിന്റെ ഉറപ്പെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പാലക്കാട് ജില്ലയിലെ വാണിയംകുളം പഞ്ചായത്തിലെ മനുശ്ശേരിയിൽ നടന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പത്മശ്രീ രാമചന്ദ്ര പുലവരും സംഘവും അവതരിപ്പിച്ച കേന്ദ്ര വികസന പദ്ധതികൾ പ്രതിപാദിപ്പിക്കുന്ന തോൽപ്പാവക്കൂത്തോടുകൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത്. സമൂഹത്തിലെ ഏറ്റവും അവസാനത്തെ ആൾക്കും പദ്ധതികളുടെ പ്രയോജനം ലഭ്യമാക്കുന്നതിലൂടെ രാജ്യം വികസിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. PMEGP പദ്ധതി പ്രകാരം ധനസഹായം ലഭിച്ച് വിജയം കൈവരിച്ച ഇടുക്കി രാജാക്കാട് സ്വദേശി BV വിജീഷ് തന്റെ സന്തോഷം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു. PMEGP പദ്ധതി പ്രകാരം ലോൺ എടുത്ത് ഏകദേശം 5 മാസത്തോളമായി രാജാക്കാട്ടിൽ ഒരു ടയർ പ്രസ്ഥാനമാണ് ഞാൻ നടത്തുന്നത്. വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ സഹായത്തോടു കൂടി ചെറുപ്പക്കാരിലേക്ക് ഇത്തരം പദ്ധതികൾ വളരെ ലഘുവായ രീതിയിൽ ചെയ്യുന്നതിൽ ഈ സംരംഭം വന്നതിലും വളരെയേറെ സന്തോഷമുണ്ട്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ കേരളത്തിലെ പര്യടനം തുടരുന്നു.
തിരുവനന്തപുരത്തും പാലക്കാട്ടും കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികൾക്ക് പുറമെ ഇന്ന് മറ്റ് ജില്ലകളിലും യാത്ര പുരോഗമിക്കുകയാണ്. അട്ടപ്പാടി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. അഗളിയിലെ EMS ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുഖ്യാതിഥിയായി. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദിനേശ് കുമാർ സിംഗ് ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരീക്ഷാ പേ ചർച്ച 2024 7ാമത് പതിപ്പിൽ പങ്കെടുക്കാനായി മൈ ഗവൺമെന്റ് പോർട്ടലിൽ ഇതുവരെ 1 കോടിയിലധികം പേർ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. പരിപാടിയുടെ ഭാഗമായി ഈ വർഷം 4000-ലധികം പേർ പ്രധാനമന്ത്രിയുമായി സംവദിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല മുന്നേറ്റം തുടരുന്നു. 438 പോയിന്റുമായി കണ്ണൂർ 1ാം സ്ഥാനത്താണ്. 425 പോയിന്റുകൾ വീതം നേടി കോഴിക്കോടും പാലക്കാടും 2ാം സ്ഥാനത്തുണ്ട്. ആതിഥേയരായ കൊല്ലം 424 പോയിന്റുമായി തൊട്ടുപിന്നിലുണ്ട്. അതേസമയം സ്കൂളുകളിൽ 106 പോയിന്റുമായി പാലക്കാട് ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാമത്. 24 വേദികളിലായി 59 ഇനങ്ങളിലാണ് ഇന്ന് മത്സരങ്ങൾ നടക്കുന്നത്. കുച്ചിപ്പുടി, തിരുവാതിരക്കളി, ഒപ്പന, മിമിക്രി, മോണോ ആക്ട്, നാടോടി നൃത്തം, മൂകാഭിനയം തുടങ്ങിയവയാണ് ഇന്നത്തെ പ്രധാന ഇനങ്ങൾ. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്നലെ തിരക്ക് പമ്പ വരെ നീണ്ടിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. മകരവിളക്ക് അടുത്തതോടെ വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നലെ തിരക്ക് പമ്പ വരെ നീണ്ടിരുന്നു. അരവണ ടിന്നുകളുടെ ലഭ്യതക്കുറവ് നാളെ മുതൽ പരിഹരിക്കപ്പെടുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. ശുചിത്വമില്ലായ്മ, വില നിലവാര പട്ടിക പ്രദർശിപ്പിക്കാതിരിക്കൽ, അമിത വില ഈടാക്കൽ, അളവ് വ്യത്യാസം തുടങ്ങിയ ക്രമക്കേടുകൾ വരുത്തിയ സന്നിധാനത്തും പരിസരത്തും പ്രവർത്തിച്ച കടകൾക്കെതിരെ വിവിധ സ്ക്വാഡുകൾ നടത്തിയ പരിശോധന തുടരുകയാണ്. 2 ദിവസത്തിനുള്ളിൽ 54,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. 45 ഇടത്താണ് സംഘം പരിശോധന നടത്തിയത്. പന്തളത്ത് നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുലർച്ചെ രാജകുടുംബാംഗം അന്തരിച്ചതിനെ തുടർന്ന് തിരുവാഭരണം സൂക്ഷിച്ചിട്ടുള്ള പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം ഇന്ന് രാവിലെ അടച്ചു. പന്തളം കൈപ്പുഴ തെക്കേ മുറിയൽ കൊട്ടാരത്തിൽ ചോതിനാൾ അംബിക തമ്പുരാട്ടിയാണ് മരിച്ചത്. 76 വയസ്സായിരുന്നു. ഇതോടെ പന്തളത്തെ തിരുവാഭരണ ദർശനം ഒഴിവാക്കി. തിരുവാഭരണം ഈ മാസം 13 ക്ഷേത്രത്തിന് പുറത്ത് നടക്കുന്ന ചടങ്ങുകൾക്ക് ശേഷം പന്തളത്ത് നിന്ന് കൊണ്ടുപോകുമെങ്കിലും രാജപ്രതിനിധിയുടെ അകമ്പടി ഉണ്ടാകില്ല. ഈ മണ്ഡലകാലത്ത് 2ാം തവണയാണ് കൊട്ടാരത്തിൽ മരണം നടന്നത്. ഈ മാസം 17 വരെ ക്ഷേത്രം അടച്ചിടും. പമ്പയിൽ നിർത്തിയിട്ടിരുന്ന KSRTC ബസിന് തീപിടിച്ചു. അഗ്നിശമന സേനയെത്തി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തക്ക സമയത്ത് തീ അണയ്ക്കാനായതിനാൽ അപകടം ഒഴിവായി. സംസ്ഥാനത്ത് അടുത്ത 4-5 ദിവസം മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ത്രിരാഷ്ട്ര അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ജോഹന്നാസ്ബർഗിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. വ്യാഴാഴ്ച നടന്ന 4ാമത്തെ മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 46,400 രൂപയും ഗ്രാമിന് 5,800 രൂപയുമാണ് ഇന്നത്തെ വില. ഭൂമി തരംമാറ്റ അദാലത്തുകൾ ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഫോറം 6-ൽ അപേക്ഷ നൽകിയിട്ടുള്ള 25 സെന്റ് വരെയുള്ള സൌജന്യ തരംമാറ്റത്തിന് അനുവദിക്കുന്ന അപേക്ഷകളാണ് അദാലത്തുകളിൽ പരിഗണിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ജയ്പൂരിൽ നടക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ദേശീയ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നു. കഴിഞ്ഞ 10 വർഷങ്ങളിൽ രാജ്യത്തെ ജനങ്ങളുടെ എല്ലാ അടിസ്ഥാന ആവശ്യങ്ങളും മോദി സർക്കാർ നിറവേറ്റിയതായി കേന്ദ്രമന്ത്രി S ജയശങ്കർ. വികസിത് ഭാരത് സങ്കല്പ യാത്ര സാധാരണ പൌരർക്കായാണ് സംഘടിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. സമൂഹത്തിലെ എല്ലാവർക്കും കേന്ദ്ര പദ്ധതികളുടെ പ്രയോജനം ലഭ്യമാക്കുന്നതിലൂടെ രാജ്യം വികസിക്കുന്നുവെന്ന് മോദി സർക്കാർ ഉറപ്പാക്കുകയാണെന്ന് പാലക്കാട് സങ്കല്പ യാത്രയിൽ പങ്കെടുത്ത് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല മുന്നേറ്റം തുടരുന്നു. കോഴിക്കോടും പാലക്കാടും 2ാം സ്ഥാനത്ത്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ത്രിരാഷ്ട്ര അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.